ലോക്സഭാ തെരഞ്ഞെടുപ്പിനായുള്ള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയ ചർച്ച ഇന്ന് തുടങ്ങും. സ്ഥാനാർത്ഥി നിർണയം വളരെ വേഗത്തിൽ പൂർത്തിയാക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. അതേസമയം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച ഇടത് മുന്നണി തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ചു. സ്ഥാനാർത്ഥി നിർണയം നടന്നിട്ടില്ലെങ്കിലും കളത്തിൽ പ്രധാനമന്ത്രി ഇറക്കി കൊഴിപ്പിക്കുകയാണ് BJP. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി വിഷ്ണു കരുണാകരനുണ്ട്. വിഷ്ണു, ഇന്ന് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ആരംഭിക്കുകയാണ്. വളരെ വേഗം പൂർത്തിയാക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. ഒപ്പം ഇടത് സ്ഥാനാർത്ഥികൾ പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു. BJP ആണെങ്കിൽ പ്രധാനമന്ത്രിയെ കളത്തിലിറക്കി രംഗം കൊഴുപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇന്ന് തന്നെ ആരംഭിക്കുന്നതാണ്. ഇതുവരെയും സ്ഥാനാർത്ഥികളെ നിർണയിക്കാത്തത് കൊണ്ട് തന്നെ വളരെ വേഗത്തിൽ ഈ സ്ഥാനാർത്ഥി നിർണയ ചർച്ച നടത്താൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. അതിനുശേഷം പ്രചരണം ആരംഭിക്കാനുള്ള പരിപാടികളും തുടങ്ങി വെക്കുന്നുണ്ട്. ഏതായാലും സമരാഗ്നി പരിപാടി നാളത്തോടെ സമാപിക്കുകയാണ്. അതിനുശേഷമായിരിക്കും സ്ഥാനാർത്ഥികളെ നിർണയിച്ച് പ്രഖ്യാപിക്കുക. ഏതായാലും ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. അതിനുശേഷമായിരിക്കും ബാക്കിയുള്ള തെരഞ്ഞെടുപ്പ് തയ്യാറെടുപ്പുകളുമായി മുന്നോട്ട് പോകുന്നത്. അതേസമയം LDF നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. വളരെ വേഗത്തിൽ തന്നെ സ്ഥാനാർത്ഥികളെല്ലാം നിശ്ചയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതിൽ CPM-ന് 15 സീറ്റും CPI-ക്ക് 4 സീറ്റും കേരള കോൺഗ്രസിന് 1 സീറ്റുമായാണ് വീതിച്ചു നൽകിയിട്ടുള്ളത്. ഏതായാലും വലിയ വിജയപ്രതീക്ഷയാണ് LDF മുന്നോട്ട് വയ്ക്കുന്നത്. LDF-ന്റെ പ്രചരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തിരുവനന്തപുരത്തും വയനാട് അടക്കമുള്ള സ്ഥലങ്ങളിൽ പ്രചാരണം തുടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ BJP വലിയ പ്രതീക്ഷയിലാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ BJPക്ക് കൂടുതൽ ആഭിമുഖ്യമുണ്ടെന്നാണ് ഇപ്പോൾ പറയുന്നത്. BJPയുടെ തെരഞ്ഞെടുപ്പിനുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ സംസ്ഥാനത്ത് പ്രധാനമന്ത്രി എത്തിയത്. പ്രധാനമന്ത്രി മുൻനിർത്തിയുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയും BJPക്ക് ഗുണകരമാകുമെന്നാണ് BJPയുടെ പ്രതീക്ഷ. വലിയ രീതിയിലുള്ള മുന്നേറ്റം ഇത്തവണ ഉണ്ടാകുമെന്ന് 2-ൽ കൂടുതൽ സീറ്റുകൾ ലഭിക്കുമെന്നാണ് BJPയുടെ പ്രതീക്ഷ. എന്നാൽ അതേസമയം കോൺഗ്രസ് വലിയ തയ്യാറെടുപ്പിലാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ കോൺഗ്രസ് കൂടുതൽ സീറ്റുകളിൽ ജയിച്ചതും അതുകൊണ്ട് തന്നെ സിറ്റിംഗ് MPമാരെ നിലനിർത്താനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതേസമയം വയനാടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുമോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. കാരണം കർണാടകയിലടക്കം രാഹുൽ ഗാന്ധി മത്സരിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഏതായാലും രാഹുൽ ഗാന്ധി വയനാടിൽ മത്സരിച്ചാൽ പോലും രാഹുൽ ഗാന്ധിയെ തോൽപ്പിക്കാനുള്ള കരുത്ത് ഉണ്ടെന്നാണ് ഇപ്പോൾ LDF-ന്റെ ഭാഗത്തുനിന്ന് വരുന്ന മറുപടി. എന്നാൽ അതേസമയം വലിയ രീതിയിലുള്ള പ്രചാരണ ചൂടിലേക്കാണ് കാര്യങ്ങൾ കടക്കുക. ഏതായാലും ഈ മാർച്ച് 10-നുള്ളിൽ തന്നെ ഈ തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകളെല്ലാം പൂർത്തിയാകുമെന്നാണ് LDF-ന്റെ വാദം. ഏതായാലും അത്തരത്തിലുള്ള ഒരു വലിയ തയ്യാറെടുപ്പുകൾ പൂർണ്ണമായി കൊണ്ടിരിക്കുകയാണ്. ഏതായാലും 20 മണ്ഡലങ്ങളിലും വലിയ ആവേശപ്പോരിന് തുടക്കമാവുകയാണ്. വിദ്യ.